കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു ദി ഷോ. ആൻഡ് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ അവരെ കൂടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉല്ലാസ് പന്തളം ആൻഡ് നെൽസൺ ഷൂരനാണ്. യെസ്, അപ്പോ രണ്ടുപേരും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഉല്ലാസ് ചേട്ടാ, ഈ നെൽസൺ ഇവിടെ അധികം നേരം നിർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ല. അതുകൊണ്ടല്ല, ഈ ലോകത്തില് സാധാരണ നമ്മൾ മനുഷ്യന്മാർക്ക് വരുന്നതിന് വെച്ച് ഏറ്റവും വൃത്തികെട്ട സുഖമാണ് നെൽസൺ ചേട്ടന്. ജലദോഷം. നിങ്ങളെന്താ വിചാരിച്ചേ? ജലദോഷം ഒരുമാതിരി വൃത്തികെട്ട സുഖല്ലേ? നെൽസൺ ചേട്ടൻ ജലദോഷം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ട് ഇൻട്രോ അലക്കൂന്ന് ഞാൻ എന്തിലും പിടിച്ചൊരു ഇൻട്രോ കൊടുക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തി വിഷമിപ്പിക്കുന്നില്ല. അവിടെ ചെന്നിരുന്ന് റെസ്റ്റ് എടുത്തോളൂ. അടുത്തത് ഒരു സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ടീം സൂപ്പർ ജോക്കേഴ്സ്. സംഭവം നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളെ കണ്ടൊക്കെ പറഞ്ഞു വിട്ട വീട് തന്നെയല്ലേ? വീട് ഇത് തന്നെ ഇവിടെ പോലീസ് ആളിനെ വിളിച്ചാൽ മതിയല്ലേ? ആണോ? ഓ ആളില്ലേ? ഓ നമ്മളെ ജോയി കണ്ടറാക്ക് പറഞ്ഞു വിട്ട. എടാ സമയത്രടാ, ഇത്രയും വലിയൊരു വീട് ഒരു ക്ലോക്കെങ്കിലും വാങ്ങിച്ചു വെക്കണ്ടേ? ഒറ്റ വീഴ്ച. അതല്ല, മണി 8 നിങ്ങൾ ഈ നേരത്താണോ പണിക്ക് വരണം? അല്ല, നമ്മൾ സാധാരണ എല്ലായിടത്തും 10 മണിക്കാണ് പണിക്ക് പോകുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്തായതുകൊണ്ട് നേരത്തെ വരണമെന്ന് പറഞ്ഞു. എടേ, ഇതിപ്പോ ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ. പെട്ടെന്ന് എളുപ്പം ചെയ്ത് തീർത്ത് തരണം. കാരണം 2 ദിവസം കഴിഞ്ഞ്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാ എനിക്കിവിടെ വാടകയ്ക്ക് കൊടുക്കണം. വാടകയ്ക്ക് കൊടുക്കണം? അതാണ്. ഇത്ര നല്ല വലിയ വീടാ? അത് വാടക കൊടുക്കണം. കയറി താമസിക്കാൻ കൊള്ളൂടാ, ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. പിന്നെ പണി ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുതിര വേണമെന്ന്. കുതിര? നീ കുതിര സവാരിക്ക് വന്നത് അതാ പെയിന്റിംഗ് പണിക്ക് വന്നത്? അതല്ലെന്ന്, ഇതിന്റെ മുകളിലാണ് കയറി ചെയ്യുന്ന കുതിരയല്ലേ? മറ്റേ കുതിര ഏണി. അല്ല, കുതിര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രാക്ട് ചോദിക്കണം. അത് കഴുതാ. ഇപ്പൊ എന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരാം. ആണത് വാടക. നിങ്ങൾ വാടക ഇത്ര നല്ല വലിയ വീട് വാടകയ്ക്ക് കൊടുക്കണം എന്തിനാ? ഇവിടെ അത് കയറി താമസിക്കാൻ കൊള്ളൂല, ഭയങ്കര പ്രശ്നങ്ങളുള്ള വീടാണ്. അതൊക്കെ ചുമ്മാ പറയുന്ന. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഈ തരരക്ഷ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇടംപിരിശങ്ക്, ഇതൊക്കെ വെച്ചിങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണ് വരുന്നത്. മാറും. പിന്നെ എത്രയാവും ഈ സാധനം ചെയ്തെടുക്കാൻ? അണ്ണനെ വെച്ച് നോക്കുമ്പോൾ തുച്ഛമായ പൈസയല്ലേ? ഒരു 10,000 രൂപ. 10,000 രൂപ? പിന്നെ ഇടേ, JCBക്ക് മണിക്കൂറിന് 300 രൂപയേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നെങ്കിൽ അന്നേരം ഞാൻ ഇതൊക്കെ ഇടിച്ചു പൊളിച്ചിരുന്നെങ്കിൽ ഇവിടെ കൃഷിപ്പണി നടക്കും. എത്ര നിസ്സാരമായിട്ട് പറയാം. അണ്ണ അതൊക്കെ പോട്ടെ. വീട്ടിൽ അണ്ണ മാത്രമല്ല എല്ലാ കാര്യങ്ങളുണ്ട്. എനിക്ക് മോളുണ്ട്. ബാംഗ്ലൂരാണ് പഠിച്ചത്. ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. പിന്നെ ഇടേ, എൻ്റെ അടുത്ത് വേറൊരു കാര്യം പറയാൻ പറ്റും. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോയി എടുത്ത്. ഇതോ ഫ്രണ്ട് ഇരിക്കുന്ന ഇത് കണ്ടാ? സോപാനത്തിന്റെ പണി കഴിയുമ്പം നല്ല മുട്ടായി കണക്കിരിക്കണം. മുട്ടായി വില തിളങ്ങണം, ഷൈനിങ് ആയിട്ട് മുട്ടായി കണക്കിരിക്കണം. അതൊക്കെ നമ്മളെ കണ്ടാൽ റെഡി ആകും. അത് മാത്രമല്ല, ഈ ചെവര് കണ്ട നീ? ഈ ചെവര് നമ്മൾ കയറി വരുമ്പോൾ ഒരു എൻട്രൻസിന്റെ ലുക്കിന് വേണ്ടിയിട്ട് ആ ചെവരിൽ മൊത്തം കുറച്ച് കളർഫുൾ ആയിട്ട് ഗുമ്മിന് വേണ്ടി കിളികൾ എന്ന് പറയുമ്പോൾ പറക്കണ കിളികളുടെ ഫോട്ടോ. കാക്ക പറക്കും, കുക്കു പറക്കും, ഇതെല്ലാം പറക്കും. എന്നതാ മഞ്ഞക്കിളി. അവൻ വരയ്ക്കും ജോയ്. നല്ല വരപ്പുകാരനാണ്, അടിപൊളിയായിട്ട് വരയ്ക്കും. അപ്പൊ ആ വരപ്പ് എനിക്ക് ഇവിടെ കാണാം നല്ല രസത്തിൽ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ. പെടാന്ന് പറഞ്ഞ് ചെയ്യണം. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ നല്ല രീതിയിൽ ചെയ്യണേടാ. എന്നാ ശരി, പെട്ടെന്ന് പാവാണല്ലേ? ഭയങ്കര സാധാരണല്ലേ? നീ എന്ത് പണിയുടെ കാണിച്ചത്? അങ്ങനെ നീ പറഞ്ഞു വിട്ടാ കുറച്ച് സമയം കൂടെ കിട്ടൂലായിരുന്നു. സംസാരിക്കാൻ പറഞ്ഞു നിൽക്കാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ പറയില്ലായിരുന്നു. ഞാനത് ഓർത്തതുമില്ല. എങ്ങനെയെങ്കിലും സമയം പോകാൻ വേണ്ടി നമ്മൾ നിൽക്കും. 5:30 മണിയിൽ എങ്ങനെ തട്ടി വിടൂടാ? എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഫൈനലുള്ളതാണ്, ലോകകപ്പ് ഫൈനലുള്ളതാണ്. നമുക്ക് ഇന്ന് അത് കാണാൻ പോകണം. എനിക്കാണെങ്കിൽ വരണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ വൈകിട്ട് എണ്ണ എടുക്കണമല്ലോ, അത് വിചാരിച്ചിട്ട് വന്നാണ് സത്യം. പണി എനിക്കാണെങ്കിൽ വേറൊരു കാര്യം ഞാൻ പറയാം. നീ പുതിയ പണിക്കാരനാണ്. ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സുഖം എന്ന് പറഞ്ഞ് വെട്ടൊന്ന് തുണ്ടൻ 2ആണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഭവ്യതയോടെയൊക്കെ നിൽക്കണം. അണ്ണ വരുമ്പോ എനിക്ക് ജോലി അറിയാം എന്നുള്ള രീതി ഞാൻ നിൽക്കണം. പിന്നെ സംഭവം ഞാൻ വേറെ കാര്യം പറയാൻ വന്ന, അയാളെ ഒരു മോളുണ്ടെന്ന് പറഞ്ഞല്ലേ? ഓ, കാണാനൊക്കെ അടിപൊളി കൊച്ചാണ്. പിന്നെ നീ കണ്ടായിരുന്നു? ഞാൻ ഇവിടെ അടുക്കളയിൽ വശത്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോണാൻ കണ്ടു. മിന്നായം പോലെ തന്നെ. പിന്നെ സൂപ്പറാണ് തന്നെ. അടിപൊളി. വെളിയിലോട്ടൊന്നും കാണാനില്ലേ? സുന്ദരി പെണ്ണല്ലേ? സുന്ദരി പെണ്ണ് വെളിയിലിറങ്ങും. വെളിയിൽ ഇറങ്ങൂലെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പറയാം. പിന്നെ അടിപൊളി പെങ്കൊച്ചാണ്, സൂപ്പർ. എവിടെയാണ് പഠിച്ചെന്ന് പറഞ്ഞു? അത് ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ച ആൾക്കാർ. അപ്പം ഗോതമ്പിന്റെ കളറായിരിക്കും. പിന്നെ മുടിയൊക്കെ കിടക്കാച്ചിയായിരിക്കും. അടിപൊളി. പാലിന്റെ കളറായിരിക്കും അല്ലേ? പിന്നെ
അടിപൊളി ചെരക്കാരിക്കും പറ്റി ഓളത്തിന് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയതാണ്. ഒരു കാര്യം ചെയ്യാം, ഇതിനെ കാണാൻ വെള്ളം ചോദിച്ചാലോ. സാധാരണ ഈ പണിക്കാർ വരുമ്പോ അവരെ നൈസ് പരിപാടിയാണ് വെള്ളം ചോദിക്കും. വെള്ളം ചോദിച്ചാൽ എന്തായാലും ഇറങ്ങില്ല. ഞാൻ കണ്ടെന്ന് മറ്റേ ലാച്ച ചുരിദാറൊക്കെ അവിടെ കഴിവിട്ടേക്കണ കണ്ട്. അതൊക്കെ നോക്കിയല്ലേ പിന്നെ നമ്മളത് വെള്ളം വിളി. അതെ ഓ ഇത്തിരി വെള്ളം വേണം. ആ കൊടുത്തോളാം മക്കളടി, ഇത്തിരി വെള്ളം എടുത്തോളി. ചേട്ടാ വെള്ളം. അവിടെയാണ് വെച്ചേ. ചൂടുവെള്ളം വേണോ? ആ ചൂടുവെള്ളം വേണ്ട, ഇപ്പൊ തന്നെ ഏകദേശം ഒരു വെള്ളം ചൂടുവെള്ളം കുടിച്ചാണ് കായ്. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ബിനു, ഇത് സരസൻ, ഇത് സിനു. ഈ ചേട്ടൻ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? ചേട്ടന്റെ പേരെന്താ? പേരിട്ടില്ല, ഇടുമ്പോ അറിയിപ്പിക്കാം. സഹോദരി പൊക്കോ, പിന്നെ വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം തീർച്ചയായിട്ടും വിളിക്കാം. സഹോദരി പൊക്കോ. ബാംഗ്ലൂർ പോയി പഠിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മോഡലാണെന്ന് മോഡൽ വല്ലാത്ത മോഡലായി. കവളി മോഡൽ അടിച്ച് കൊല്ലണ. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. നീ എവിടെ ഈടെടുക്കാൻ കാര്യം പണികളാ അങ്ങനെ എപ്പോഴാണ് വേണം പറയാൻ പറ്റില്ല. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്തോന്ന് കാര്യം അറിഞ്ഞ് സംബന്ധം ഇന്നലത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നീ ഇന്നലത്തെ കാര്യം അറിഞ്ഞത് എനിക്കെന്നറിയാം, കാര്യം പറഞ്ഞല്ലേ അറിയത്തുള്ളൂ. ഇന്നലെ ഭയങ്കര മഴയില്ലായിരുന്നു അവർക്ക്. മഴയായിരുന്നു നമ്മുടെ മഴ സമയത്ത് നമ്മളവിടെ ഒരു അണ്ണൻ ആണ്ട ഭാര്യയും കൊച്ചുങ്ങളുമായിട്ടിരുന്ന് ഭയങ്കര മഴ. ഒരു മഞ്ചാടിക്കുരി കൊച്ചിനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അണ്ണനും ചേച്ചി മക്കളെല്ലാം കൂടെ കളിച്ചുള്ള സമയത്ത് നമ്മളെ അത്തച്ചിട്ടിക്ക് പോണ ഒരു തല്ലി കിടക്കുക. ഇല്ല ബുള്ളറ്റിലൊക്കെ വരണം. ആ വന്നിട്ട് ചോദിച്ചു, ഡേയ് ഞാനും കൂടെ കൂടത്താടെ നിന്നോട് കളിക്കും. ആ കളിക്കണ മറ്റേ ജുബയൊക്കെ ഇട്ട് മീശയൊക്കെ മുറിക്കാളാണ്. അത് തന്നെ മനസ്സിലായി. ഞങ്ങളുടെ കളിക്കട്ടാടെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാര്യയും മക്കളും കളിക്കുന്ന കളിയാണ്, നിങ്ങൾ കളിക്കേണ്ട, നിങ്ങൾ പോകാൻ പറഞ്ഞു. മഴ പെയ്യാണ്. അങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യം ചെയ്യും, നീ നമ്മളെ മുക്കിലോട്ട് വാടാന്ന് പറഞ്ഞു. ഇവിടെ കേട്ടോ 4 ആളെ കണ്ണു നിന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അണ്ണൻ തിരിയെന്നറിയോ, നേരെ വീടിനകത്ത് ഒരു പട്ട് ചോമ്പ് പട്ട് കൊടുത്ത് കൊടുക്കുന്നു. നേരെ ഭയങ്കര വിഷയമാണ് അവർക്ക്. പോലീസൊക്കെ വന്ന് ഭയങ്കര അടിയും ബഹളമൊക്കെ ആയി. ഞാനും കണ്ടതാടാ. ഇത്ര നേരം കറങ്ങി നിട്ടത് എന്നെ കണ്ടപ്പം ഓടിച്ചെന്ന് പണി ചെയ്യാം. എന്തേ കണ്ടാക്കെ അങ്ങനെ പറയരുത്. എന്താ നമുക്ക് നല്ല ഉത്തരവാദിത്തമാണ് പണിക്ക്. ഉത്തരവാദിത്തമാണ് പണി ചെയ്യുന്നത്. പിന്നെ മനുഷ്യരാകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഉത്തരവാദിത്തം നമുക്ക് പണി ഭയങ്കര ഉത്തരവാദിത്തമാണ്. വെറും വെള്ളത്തിനകത്തോട്ടാ കൈയിട്ടിളക്കുന്നത്. ഭയങ്കര ഉത്തരവാദിത്തമാണ്. വന്നേ വിളിച്ചപ്പോ രാവിലെ എപ്പോഴാ പണിക്ക് വന്നേ? പണിക്ക് എപ്പോഴാണ് വന്നത്? രാവിലെ പണിക്ക് കണ്ടാക്കെ 8 മണിക്കാകുമ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ 8 മണിക്ക് കറക്റ്റ് നമ്മൾ ഇവിടെ എത്തി. 9 മണിയായപ്പോൾ ഇവിടുത്തെ മുതലാളി എന്നെ വിളിച്ചല്ലോ. എന്താ പറഞ്ഞു? ആ റാസ്കലിനെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ ഇവരെ ഇവിടെ ഇതുവരെ പണിക്കെത്തിയില്ലെന്നു. ആ കിഴങ്ങിനെ അറിയാവുന്ന ഞാൻ എത്ര സൈറ്റ് വരെ കയറി നടക്കുന്നു. ആ കിഴങ്ങിന് ഇതുവരെ അറിയേണ്ട കാര്യമുണ്ടോ? ആ റാസ്കലിനെ അവനെന്നെ വിളിച്ചിട്ട് പറയാം എടാ 9 മണിക്ക് ആളെത്തിയില്ലെന്നു. അല്ല പിന്നെ ഓക്കെ മുതലാളി എത്ര സൈറ്റ് കയറി ഞാൻ വരുന്നത്. ഓരോരുത്തന്മാർ ഫോൺ വിളിച്ചെന്നൊക്കെ പറയുന്നു. ചെയ്യാൻ ഈ ജോയി എല്ലായിടത്തും എത്തണം, എന്റെ കൈ എത്തണം എന്ന് പറഞ്ഞാ ജോയി എന്തോ മുതലാളി കയ്യെ ഞാൻ വെട്ടിയെടുക്കും. പിന്നെ ഇടാ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? അവന്മാരെ ലേറ്റ് ആയിട്ട് വന്നു, നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാ നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയല്ലേ. നിന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടോ? പറയണ്ടല്ലോ. അല്ല ഞാൻ 5 മണി വരെ സമയം നിനക്ക് തരും. അതിനിടയ്ക്ക് നമുക്ക് പണിയെല്ലാം തീക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം വൃത്തിയായിട്ട് ചെയ്യണം. മക്കളെടാ അനിമാരെ എടാ ഒന്ന് ഉത്സാഹിച്ച് ചെയ്യണം. വൃത്തിയായിട്ട് ചെയ്യണം. കുഴപ്പമില്ല. ഒറ്റ ദിവസമുള്ള 5 മണിക്ക് മുന്നേ എങ്ങനെയെങ്കിലും. ശരി ശരി. അതെ ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ പയ്യനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? എടാ നിങ്ങളെ കൊണ്ട് രണ്ടുപേർക്കും സ്വസ്ഥത ഇല്ല. പിന്നെ വേറെ അടുത്തും കൂടെ വിളിച്ചോണ്ട് വന്നേക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നാ കൊണ്ടുവന്നത്. പണിയൊക്കെ ചെയ്യുവാൻ. ഓ കുഴപ്പമൊന്നുമില്ല. പണിയൊക്കെ ചെയ്യുവോ? ഓ നല്ല പണിയൊക്കെ ചെയ്യുവോ? കുഴപ്പമില്ല ജി. ഇമാര് ചോദിച്ചു ജോയുടെ സ്വഭാവം പറഞ്ഞു തന്നോ? ജോയുടെ സ്വഭാവം അണ്ണെല്ലാം പറഞ്ഞു. എന്റെ കൂടെ ഒരിക്കലും ഒരുത്തനും 2 ദിവസം കൂടി നിന്നിട്ടില്ല. അറിയാലോ ജോയുടെ സ്വഭാവം അതാണ്. മര്യാദക്കൊക്കെ നിന്നാ നിനക്കുമല്ല കേട്ടല്ല. പൊക്കോ മോൻ പൊക്കോ. അതൊക്കെ ചെയ്താൽ മതി. കണ്ട ഇവിടെ ഈ 60 ഇടണോ 100 ഇടണം? ഇവിടെ എവിടെ 60 പേപ്പർ ഇടണോ 100 പേപ്പർ ഇടണോ? തറയില് 60 പേപ്പറാണ് ഇടുന്നത്. തറയില് സിമെന്റ് കുടിച്ചൊക്കെ തറയില് തടിയപ്പിടാ. അതെ മര്യാദക്കൊക്കെ ജോലി ചെയ്താ നിനക്കൊക്കെ കൊള്ളാം കേട്ടല്ല. പറഞ്ഞ കേട്ടല്ല. ആ 10 മണിയായി, വയറ് വിഷം പോയി. ഒറ്റ കീറിയാൽ നന്നായിട്ടില്ല. ജോയിയുടെ സൈറ്റിൽ പണി തീർക്കാതെ പറഞ്ഞ് പച്ചവെള്ളം തരത്തില്ല. ഒരു പച്ചവെള്ളം അറിയാലോ. എൻ്റെ സ്വഭാവം അറിയാലോ. ജോയി അങ്ങനാ. ജോയി അങ്ങനത്തെ അവനാടാ. ഞാൻ ഒരു ദിവസം പൊട്ടി മേളിൽ താഴ്ത്തി വീണല്ല ഞാൻ. ജോയി പല പണി കഴിഞ്ഞാ ഈ പണിക്ക് ഇറങ്ങിയത്. ജോയി അടുത്ത് കളിക്കാൻ നടക്കുന്നു. കണ്ടറാക്ക രാവിലെ പഴങ്കഞ്ഞി പോലും കുടിച്ചില്ല. പണി ചെയ്യാ പണി ചെയ്യാതെ പണിയിടാന്ന് പറഞ്ഞേട്ടാ. ശ്രദ്ധിച്ചായിരുന്ന സംഭവം
ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണ് പണി ചെയ്യടാ ആ പറഞ്ഞൊരു താളം കിടന്നണ്ട ആന്ന് അല്ലേ കേട്ടില്ലേ നീ? പണി ചെയ്യടാ കണ്ടാക്കെ ഒന്നുകൂടെ പറഞ്ഞു എന്താ കണ്ടാക്കെ നേരത്തെ ലാസ്റ്റ് പറഞ്ഞോ പണി ചെയ്യടാ അങ്ങനെയല്ല പറഞ്ഞ പിന്നെ? കണ്ടാക്ക് അങ്ങനെയല്ല പറഞ്ഞു കറക്റ്റ് പണി ചെയ്യടാ. ആ അതെ അങ്ങനെയാ പറഞ്ഞ കണ്ടാക്ക് ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു അങ്ങനെയാണ് കറക്റ്റ് കണ്ടാക്ക് അങ്ങനെയാണ് പറഞ്ഞത്. പണി ചെയ്യടാ ആ അതെ കണ്ട പണി ചെയ്യടാ. ആ അതങ്ങനെ കണ്ട്രാക്ക് ഞാൻ കണ്ട വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല ആ. കണ്ട്രാക്കിന്റെ മുഖത്ത് നോക്കി പറയും കണ്ട്രാക്ക് എന്നെ എന്ത് പറഞ്ഞാൽ ശരി തന്നെ ആ. കണ്ട്രാക്കിന് എപ്പോഴും സംസാരിക്കും ഒരു ദേഷിച്ച് സംസാരിച്ചാലും ഒരു താളം ഉണ്ട് ഒരു ലയം അത് എവിടുന്ന് വരുന്നു ഈ കണ്ട്രാക്കിന് ഇപ്പൊ തന്നെ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞേ ആ പണി പണി ചെയ്യടാ. ദേഷിച്ച് പണി ചെയ്യടാ അതാണ് താളം ശ്ശ്. ഇതെങ്ങനെ കണ്ട്രാക്ക് നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം സംഗീതം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അത്ര സമയം കൊണ്ട് എന്നോട് സംസാരിക്കുന്ന അത്ര സമയം കൊണ്ട് മാർക്ക് കിട്ടും സംഗീതം പഠിച്ചിട്ടുണ്ടോന്ന് 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതാ നിങ്ങൾക്ക് താളമുണ്ട് നിങ്ങൾ എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഡെസ്കിലേക്ക് വന്ന് ചെയ്യടാ പണി അത് പറയുമ്പോ ചെയ്യടാ ചെയ്യടാ അത് താളമുണ്ട് അത്. ചെയ്യടാ ചെയ്യടാ അണ്ണാ ഒന്ന് കൊട്ടി എന്താ? വെറുതെ പറയുന്നില്ല അന്നൊന്ന് കുട്ടി നോക്കെ കുട്ടി പറഞ്ഞു എന്താടാ ആ നേരത്തെ പറഞ്ഞില്ലേ നീക്കെ പറയുമ്പോ ഞാൻ കൊണ്ടുപോടാ കൊണ്ടുപോടാ ഞാൻ കൊണ്ടുപോടാ ഞാൻ കണ്ട ഒന്നുകൂടെ കുട്ടി ഏ? ഒന്നുകൂടെ ഒന്ന് കുട്ടി നീ പറയുമ്പോ ഞാൻ കൊട്ടാൻ നിൽക്കുവാണ്ട വേണ്ട നീ പാടേ നമുക്ക് ഇല്ല. അണ്ണാ ഇതാ പറഞ്ഞേ അണ്ണ തമാശ പറയുന്നതല്ല ആ ശുദ്ധ സംഗീതം എവിടെ നിന്ന് വന്നത്? ഏ? ആ ശുദ്ധ സംഗീതം ഇപ്പൊ എവിടെ നിന്ന് വന്നത്? അണ്ണന്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ കയ്യിൽ നിന്നാണോ? ആണോ അണ്ണൻ ഇങ്ങ് വന്നേ തമാശ പറയുന്നില്ല എടാ, അണ്ണൻ ഇവിടെ ഒന്ന് കുട്ടി 2 പ്രാവശ്യം ഇവിടെ കുട്ടി. 3 മണിക്ക് പണി തീർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞേക്ക് വന്നു അണ്ണൻ പറയുന്നു ഒന്ന് കേക്കേ അണ്ണൻ 2 പ്രാവശ്യം ഒന്ന് കുട്ടി അതിന്റെ കൂടെ പണി ചെയ്യടാന്ന് കൂടെ പറഞ്ഞേ പണി ചെയ്യടാ കൊട്ടിക്കൊണ്ട് പറ. പണി ചെയ്യടാ കണ്ടോ താളമുണ്ട് നിങ്ങൾക്ക് നിങ്ങളത് അറിയാതെ പോവുകയാണ്. പാരമ്പര്യ സംഭവം നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് 3ാം ക്ലാസ്സിൽ അല്ലേ ആ ഒരു 2 പേര് പോകും ഏ 2 പേര് പോകും ഇവിടെ പണിക്ക് വന്നിട്ട് പാട്ട് പാടുന്നു പറഞ്ഞു അണ്ണാ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ട് എന്തോ ഒരു ആൾക്കാരാണെന്ന് അറിയാമോ പയ്യന്മാരിപ്പോ വൈറലായി പോകുന്ന വേറെയോ അതല്ലെന്ന് യൂട്യൂബിലൊക്കെ എടുത്തിട്ടാ നിങ്ങൾ ഏത് ലെവലാവോന്ന് അറിയാമോ? ആണോ പിന്നെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാ ഇപ്പൊ മാറി ഇതെല്ലാം മാറ്റി ഇതെല്ലാം മാറ്റി ഇപ്പൊ ഞാൻ തകർന്നു തരാമല്ലോ കറക്റ്റ് ആണ് പുള്ളി ഇല്ല, ചെയ്തത്. സ്വഭാവം അറിയത്തില്ല കേട്ടോ. നമ്മള് കാരണം നിസ്സാരമായിട്ട് ഇത് നമ്മൾ നമ്മളിത് യൂട്യൂബിൽ- വയറ്റിൽ നിന്ന് പഠിച്ചിട്ട് വരണല്ലേ നമ്മ യൂട്യൂബ് വരുമോ പിന്നത് എല്ലാവർക്കും കിട്ടണ സാധനമല്ലേ അത്? ആണെന്ന് കുട്ടിയെ അത് സാധനം വരട്ടെ എന്റെ പൊന്നെണ്ണ ഇതൊക്കെ വെച്ചിട്ടാണ് സമ്മതിക്കണോണ്ണ നിങ്ങളെ എന്തിനാ നിങ്ങൾ ഇത്രയും താളവും എല്ലാം ഉള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് പലപ്പോഴും ഈ കണ്ട്രാക്കിനെ കഴിഞ്ഞ പണിക്ക് പോയപ്പോഴേ നീ കണ്ട്രാക്കിന്റെ ചുണ്ട് പോണതിന് നമുക്ക് പണി ചെയ്യടാ. Correct ആണ്. അതാണ് ഒന്ന് പാടി ഒന്ന് കൊട്ടിയെന്ന ഒരു പാട്ട് നൈസിന് ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ മാസ്റ്റർ പിസാനല്ലോ സംഗീതമേ ആ ആയിക്കോട്ടെ തച്ചൊക്കെ വിട്ട് നിൽക്കുകയാണ് അത് കുഴപ്പമൊന്നുമില്ല നമ്മളല്ലേ ഉള്ളൂ കൈയെടുക്ക് മാറ് ഞാൻ പോണം സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ ഓങ്കാരനാദത്തിൽ നിർവൃതി ചൂടുന്ന 1000 ഇതളുള്ള താരകളും രജനാഥദൂരം ചതുർമുഖൻ ഉണർന്നു രജനാഥദൂരം ചതുർമുഖൻ ഉണർന്നു തത്തം വിട് തത്തം വിളന്നു തലകിന്നൊരു തത്തം തിരന്നു തലകിഞ്ഞ മുതലാളി നീ ഇവിടെ സംഗീത കച്ചേരിക്ക് വന്നാ പെയിന്റ് അടിക്കാൻ വന്നാ നീ സംഗീത കച്ചേരിക്ക് വന്നാ പെയിന്റ് അടിക്കാൻ വന്നാ മോലാളി ഞാനൊരു കാര്യം പറയാം ഇങ്ങേർക്ക് ഇതാണ് ജോലിക്ക് വന്ന നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് കണ്ട്രാക്കായി പോയി എല്ലാം പറയാൻ പറ്റും കേട്ട് പണിയില്ല അവൻ ആത്മാർത്ഥതയുണ്ട് പണിക്കാർ പണി ചെയ്യണം എന്നിട്ട് നിനക്ക് അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കണ്ട്രാക്കൻ. അത് മോശം നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തേറ്റ കുഴപ്പമാണ്? നാളെ ഉണ്ടോടാ നിനക്ക് സിസ്, ഒരു പണി പറഞ്ഞ് ഏൽപ്പിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ എടാ നിന്റെ അടുത്ത് എത്ര തവണ കാര്യങ്ങൾ പറഞ്ഞ അപ്പോൾ എനിക്കറിയണ്ട ഇനിയെങ്കിലും വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും എനിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്കുമ്പോൾ ചെയ്ത് തീർക്കാവുള്ളൂ അല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് വേണം നാളെ എനിക്ക് ആൾക്കാർ കൊടുക്കാൻ അവർ വാടകയ്ക്ക് ആൾ വരും ചെയ്യൂ അണ്ണാ ഒന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും കാണാൻ പറയണ്ട പോ. യൂട്യൂബിൽ കൊടുക്കാന്ന് പറഞ്ഞു
എന്താടാ എന്തോ പുള്ളി വന്നപ്പോൾ നീ എന്താ പുള്ളിയുടെ സൈഡ് ചേർന്നിട്ട് എന്നെ ഒരു കളിയാക്കിയത് എന്തത് അങ്ങനെ വന്ന് മംഗള സൈഡ് കയറി എന്റെ കണ്ട്രാക്ട് ഇതാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് കാണിക്കണം, കോമൺ സെൻസ് കാണിക്കണം. ഇനിയിപ്പോൾ അതും കൂടെ കാണിക്കടാ. അതല്ലേ പിന്നെ ബുദ്ധി വേണം. ഞാൻ അങ്ങനെ വന്ന സമയത്ത് നിങ്ങളുടെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൂടും കൂടുക എടുത്തോണ്ട് ഇവിടെ ഇറങ്ങി പോകാൻ പറയും. ഇപ്പൊ ഞാൻ അങ്ങനെ സൈഡ് പറഞ്ഞപ്പോഴോ നമുക്കിവിടെ പണി കിട്ടിയോ? അത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത്. നമ്മള് പണി ചെയ്തോളാം. കണ്ട്രാക്ക് എന്താടാ ഒരു കാര്യം, എനിക്കൊരു ഫോട്ടോ തരൂ. ഫോട്ടോ എന്തിനാ? കണ്ട്രാക്കിന്റെ ഫോട്ടോ എൻ്റെ പേഴ്സ് വെക്കും. പേഴ്സിലോ എന്തിനു വെക്കാൻ? ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ പണി ചെയ്യാനൊരു ഊർജ്ജം. ആണോ? നീ കാപ്പ് പിടിച്ചു രാവിലെ? ഇല്ല. പോയി കാപ്പ് പിടിച്ചിട്ടോ. ഒന്നുകൂടെ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട്രാക്ക് എന്താടാ എനിക്കൂടെ ഒരു ഫോട്ടോ തരോ? നിനക്ക് എന്താ ഫോട്ടോ? വിളക്കിന്റെ മുമ്പൊക്കെ വിളക്കന്നെ മുമ്പ് വെക്കാൻ ഫോട്ടോ നിനക്ക് പോയാ മിണ്ടിപ്പോലും ജനാക്ഷരം. അണ്ണാ കാപ്പി പിടിക്കാനുള്ള സമയമായല്ലേ? എന്താ കാപ്പി പിടിക്കാനുള്ള ഈ പണി തീർക്കാതെ പച്ചവെള്ളം ഓർത്തിട്ട് തരത്തില്ല. പണി തീർക്കാതെ പറഞ്ഞല്ലോ. ജോയിയുടെ സൈറ്റ് അങ്ങനെ നമ്മളിനി മിണ്ടരുത്. ഒരു അക്ഷരം വേണ്ടി പോലെ ഒരക്ഷരം ജോയ് സ്വകാര്യൽ ജോയിയുടെ പിന്നെടാ ഓ നീ കേൾക്കണല്ലേ പറഞ്ഞ പറഞ്ഞു മിണ്ടല്ലോ. മിണ്ടിയില്ലല്ലോ. പിന്നെ എടാ വിളിച്ചത് ഇല്ല അതിവിടെ നമ്മളെ രമണിയുടെ കേസ് കിട്ടെന്തരാടാ? രമണിയിലെ രമണിയുടെ കേസ് ഉണ്ടായിരുന്നു. നമ്മൾ തീർക്കാൻ പുതിയ നിയമമൊക്കെ ഇറക്കില്ല മിണ്ടണ്ടെന്ന്. ഞാനല്ല നിയമം ഇറക്കി. ഞാൻ നിയമം പിൻവലിച്ചു. ഒന്നുമില്ല. ഇല്ല അവർ അതിര് തീർക്കാം ആ കേസ്. അത് കേൾക്കാം. ഓ അതനുസരിച്ച് വെറുതെ കൊതിപ്പിക്കുകയും ചെയ്തു. കണ്ട്രാക്ക് എന്താ കാപ്പി പിടിക്കാനേ പറ്റില്ല, ചോറിനെല്ലാം പിടി. ഈടാ ഒരു പണി തീർക്കാതെ ഇവിടെ നിന്ന് പച്ചവെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മണിക്ക് കയറി വരുമ്പോൾ അവന് ചോറിനാ സമയം. മര്യാദയ്ക്ക് പണി തീർക്കണം. ഈ കണ്ടൊക്കെ നമ്മൾ എന്തിനാ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ നമ്മുടെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നത്? പണി ചെയ്യടാ, പണി ചെയ്യ്, പണി ചെയ്യ്, അത് ശ്രദ്ധിച്ചാ നമ്മളിനി വല്ലതും പറയുന്നതിന് ഇങ്ങനെ കളിയാക്കണമെന്നായിരിക്കും. പണി ചെയ്യ് നീ. കറക്റ്റ് ആയിരുന്നു അത് പുള്ളി എടുത്തത്. അതെങ്ങനെയാ ഇത്? അത് നിർത്തത് അത് എല്ലാവർക്കും അത് കിട്ടൂല. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അത്. നമ്മളിതൊന്നും മിണ്ടാൻ പറ്റ. നമ്മൾ മിണ്ടാൻ കഴിഞ്ഞാൽ പിന്നെ അത് വിഷയമാകും. അതാ പുള്ളി അത് എടുത്തതുണ്ടല്ലേ വിരൽ ഇങ്ങനെ ആ ഒരു അത് മുദ്രയാണത്. ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ചില പറയുമ്പോൾ പുള്ളി നമ്മൾ അനക്കണമെന്നായിരിക്കും. അതെ അതെ ഈ വിരലായാലും സംഭവം ഈ ഒരേ സംഭവങ്ങൾ വരും വിരലിനകത്ത് തന്നെ അല്ലേ? കറക്റ്റ്. അത് പഠിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഈ സാധാരണക്കാർക്കാർക്കും പറ്റൂല. അത് ഉള്ളിൽ വേണം. ഒന്നുമില്ല അത് വേറെ നമ്മൾ വേറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാൽ കുഴപ്പം. അല്ല എൻ്റെ വിരലിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. വിരലിൻ്റെ നമ്മളിനി വല്ലതും പറയുമെങ്കിൽ ഇനി കൂടിപ്പോവും കുറഞ്ഞു പോവും. ആണാ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരലുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഈ ഒഴുക്കാണ്. നിങ്ങൾക്ക് ഒരു ഒഴുക്കും ഒരു വേറെ ലെവലാണ്. നിങ്ങളുടെ സംസാരം തന്നെ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ നടക്കുന്ന സാധാരണ ഇങ്ങനെ നടക്കും ഒരാൾ. നിങ്ങളൊന്ന് നടന്നേ. കണ്ട ഇതാണ് ഇത് നിങ്ങളുടെ ഒരു ശ്രൈണത ഭാവം കിടപ്പുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വേറെ ഉദാഹരണത്തിന് ഇതാ ഈ ഒരു സാധനം നമ്മളാകുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി. പക്ഷെ പുള്ളി എടുത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ് സംഭവം. നിങ്ങളൊന്ന് ഇവിടെ നിന്ന് അവിടെ കൊണ്ടുവച്ചേ. അതാ പറഞ്ഞ നിങ്ങളിൽ മൊത്തവും നിങ്ങൾ യഥാർത്ഥം പറഞ്ഞ നിങ്ങൾ കംപ്ലീറ്റ് ആണ്. പാട്ട് കംപ്ലീറ്റ് പറയാൻ പോലെ കംപ്ലീറ്റ് കണ്ട്രാക്ട്. ബോൺ ആക്ടർ എന്നാ കേട്ടിട്ടില്ലേ മോഹൻലാൽ? നിങ്ങൾ അറിയുന്നില്ല. ഞാനെന്ത് ചെയ്യണമെന്ന്? ആനയുടെ വലിപ്പം ആന അറിയുന്നില്ല. ഇല്ല ഞാനെന്ത് ചെയ്യാൻ? നിങ്ങളെ നോട്ടം തന്നെ കണ്ടില്ലേ? പ്രത്യേക രീതിയിലെ നോട്ടം. നിങ്ങൾ അങ്ങോട്ട് നോക്കി. ഞാനോ? നിങ്ങളെ കൈ എടുത്താൽ ഇങ്ങനെ കറക്റ്റ് ആയിരുന്നു. ഇന്ന് പോയാളോ അത്ര സമയങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി ഞാൻ അത്ര ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ കലാമണ്ഡലത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ കല്യാണ മണ്ഡപത്തിൽ പോയിട്ടുണ്ട്. അതല്ലെന്ന് നിങ്ങളുടെ സത്യം നിങ്ങളെ ഇടുപ്പുണ്ടല്ലോ. വെറുതെ പറയുന്നതല്ല. നിങ്ങളെ ഇടുപ്പ് നമ്മളെ ഈ ഇടുപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നാക്കി പോയി പണിയടാ. ജോയി കണ്ട്രാക്ടിനടുത്ത് നീ കളിയാക്കാൻ വന്നിരിക്കണോ? ഇടുപ്പ് ഇങ്ങനെ പറ്റാൻ. ഇതാ പറഞ്ഞേ. നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ഒരു ഡാൻസർ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നു. പോളാ ചേർക്കാടുത്ത് ഡാൻസറോ ഉണ്ടെന്നത് അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് കണ്ട്രാക്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവാത്മികമായി കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ കേട്ടാ ഇതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എല്ലാം പാട്ട് ഡാൻസ് നിങ്ങളുടെ കണ്ണുകൾ തന്നെ ചലിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്.
പക്ഷേ ഈ നൃത്തം എന്ന് പറഞ്ഞ ഒരു മറ്റൊരു സംഭവമാണ്, അത് പറഞ്ഞാൽ പറ്റത്തില്ല. പറ്റത്തില്ല, ഞാൻ ചെയ്തോളാം. അത്രയ്ക്കായോ? ഒരു സ്റ്റേജ് കിട്ടിത്തേട്ടാ ജോയി ഞാൻ നിനക്ക്. ഓണത്തിന് മതി. നിന്റെ അടുത്ത് ഒരു പണി ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി ചെയ്യാൻ പഠിക്കും. ഇല്ലെങ്കിൽ ആ പണി ഏക്കാൻ പോകരുത്. ഞാൻ അണ്ണാ വേണ്ട, എന്തിനു പറയാൻ പോകും? നിനക്ക് നീക്ക് നിൽക്കവേ, നീ പറഞ്ഞു കൊടുത്തൂടെ? പോത്തിനടുത്ത് ഭേദം മോദിച്ച് കാര്യമില്ല. ഇത് എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെ. കണ്ടുപിടി ചെയ്യാനും സമ്മതിക്കത്തില്ല, അതൊട്ട് പണി ചെയ്യത്തില്ല. കഷ്ടൂടാ കഷ്ടം. നീ കണ്ടാക്കുന്ന ആ ചെറുക്ക കാര്യങ്ങൾ പറഞ്ഞു തന്നാ അവൻ എല്ലാം വൃത്തിയായി ചെയ്യാൻ നോക്കുന്നുണ്ട. അവനെ പോലും ചെയ്യാൻ സമ്മതിക്കില്ല. നീ വരെ കൂത്തി ആട്ടുന്നു. എന്തോ ആട്ടവും പാട്ടവും. നീയോ നിന്റെ അടുത്ത് ആ സോപാനത്തിന്റെ കേസ് ഞാൻ എന്തിനു പറഞ്ഞത്? എന്താ ആ സോപാനത്തിന്റെ കേസ് എന്ന് പറഞ്ഞ പണി തീറ്റ് നല്ല മുട്ടായി പരുവത്തിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് മുട്ടായി പോലാണ് ഇരിക്കുന്നത്. എങ്ങനെ? ഞാൻ തടവി നോക്കിയില്ല, അത് പരവരാന്നല്ലേ ഇരിക്കുന്നത്. അത് കപ്പലണ്ടി മുട്ടായി. നിന്റെ എന്റെ പൊന്നറ, ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന 5 മണി വരെ സമയമുണ്ട്. ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പണിയെങ്കിലും ചെയ്യിപ്പിച്ച് ആ ഒന്ന് തീക്കാൻ നോക്ക്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ വന്നുപോയി. അണ്ണാ പൊക്കോ, എന്തെങ്കിലും ബാക്കി ഞാൻ ആയിട്ടോളാം. പൊക്കോ. എന്തോന്നാ ഇത്? നീ പുള്ളിയുടെ സൈഡിൽ നിന്ന് തന്നെ കളിയാക്കണം. കളിയാക്കിയതല്ല. പിന്നെ എന്തോ ഇതാണ് പറഞ്ഞ കോമൺ സെൻസ്. കോമൺ സെൻസ് ഉണ്ട്. എതിർത്ത് സംസാരിക്കണം അങ്ങോട്ട്. അത്രേ ഉള്ളു. കോമൺ സെൻസ് ഒക്കെ ഉണ്ട് എനിക്ക്. നിങ്ങള് പടം വരയ്ക്കണ? ഞാൻ പടം കൂടെ വരച്ചു തരാണോ ഞാൻ നിനക്ക്? ആദ്യം എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. വീട്ടിലായിട്ട് പടം വരയ്ക്കൂല നിങ്ങള്? അണ്ണാ നിങ്ങൾ അവിടെ കുറച്ച് കിളിയുടെ പടം വരച്ചേ. തമാശ കാണിക്കുന്നതല്ല. നിങ്ങൾ വരാം. എന്റെ കൈവാക്ക് മാറിക്കപ്പോ. എനിക്ക് ആദ്യം എല്ലാം കളിയാക്കാൻ വേണ്ടി പാട്ട് പാടി നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഡാൻസ് കളിപ്പിച്ച് ഞാൻ പടം കൂടെ വരയ്ക്കും. ഞാൻ കണ്ട് രസിക്കാൻ വേണ്ടിയല്ലേ. അണ്ണാ വരേണ്ണ. നീ പോവാ. എന്നാ കിളി നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പോടാ. ഇതൊക്കെ പറഞ്ഞ ഇവിടുത്തെ അണ്ണൻ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മറുപടി ഞാൻ പറഞ്ഞു. പറഞ്ഞോളാം. അണ്ണാ ഇപ്പൊ വരും, വന്ന് ചോദിക്കും. എടാ ഞാൻ പണിയടാ. ചോദിക്കുമ്പോ ഒന്നും പറഞ്ഞാൽ എന്തിനായടാനും അവിടെ ചോദിക്കും. എന്താ അവിടെ കയറി ഇരുന്നോണം. അവസാനത്തുണ്ട് എന്തായാലും പണിയെടുക്കല്ലേ. ഈ പണിയൊക്കെ തീർന്നാ പണി തീർന്നെല്ലാം കഴിഞ്ഞ പണി ഏകദേശം തീർന്നു. ഇതിന്റെ പണി എല്ലാം പുറത്തുള്ള ഒതുങ്ങി. എല്ലാം അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. എടേ ഈ ചെവറിൽ മറ്റേ കിളി വരയ്ക്കാൻ പറഞ്ഞത് അത് എവിടെ പോയി? ആര് വരയ്ക്കാൻ പറഞ്ഞു? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ കിളി വരച്ചിടായി. എന്റെ പൊന്ന്, ഞാൻ ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് എന്തോ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വെച്ച് ഞാൻ നിങ്ങളെ കളിയാക്കണമെന്ന്. എവിടെ കിളിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു? നീ കിളിയുടെ പടം വരച്ചില്ല. കളിയാക്കാന്ന് ഞാൻ എന്താണ് ജോയി? ഒരു കാര്യം പറയാം, നിനക്ക് മനസ്സിലാക്കണ്ടേ? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് അതൊന്ന് വൃത്തിയായി ചെയ്യാൻ നിനക്ക് പറ്റൂലേ? ഒരു കാര്യം ചെയ്യ്. മുരളി പൊക്കോ. മുരളി പൊക്കോ. എന്നിട്ട് പടം വരയ്ക്കാനല്ലേ, കിളിയുടെ പടം വരയ്ക്കാനല്ലേ? ഒരു 5 മണിക്ക് മുമ്പ് എനിക്ക് ഞാൻ 5 മണിക്കൊന്ന് തീർത്ത് കിളിയുടെ പടം വരച്ച് ഞാൻ ക്ലിയർ ആക്കി. ശരി, എനിക്ക് കിട്ടിയാൽ മതി. ഡ്രസ്സൊക്കെ എടുത്തോ. പൊക്കോ. ഒരു കിളി വരയ്ക്കാനല്ല, ഞാൻ ചെയ്തോളാം. ഒരു കിളി വരയ്ക്കാനല്ലേ, അത് ഞാൻ ചെയ്തോളാം. പണി തീർത്ത് പൊക്കോ. നമ്മളെ രമണിയുടെ രമണിയുടെ കാര്യം പറയുന്ന ഏക്കത്തില്ല മോനെ. ഇത് വേറെ സംഭവമാണ്. പൊക്കോ പൊക്കോ. തുണിയെടുത്ത് പൊക്കോ. നിങ്ങൾ വേണ്ട സൈഡിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാ. ഇപ്പോൾ നമ്മൾ പോവേണം. പൊക്കോ. ആരെടുത്ത് പൊക്കോ. പോട്ടല്ലോ. പൊക്കോടാ, നീ പോടാ ഇറങ്ങി. പോടാന്ന് പറഞ്ഞു നോക്കിയാണ്. ആ കൈ നാടകീയത, ഡ്രാമ നോക്കിയല്ലേ? കറക്റ്റ് നാടകം. വെറും നാടകമല്ലടാ, ഇതാടാ ചവിട്ട് നാടകം. സോ വെരി ഗുഡ്, അടിപൊളി. അപ്പം ഒരു കൺട്രാക്ടിനെയും കൺട്രാക്ടിന്റെ പണിക്കാരെയും അങ്ങനെ ഒരു സംഭവ ബഹുലമായ ഒരു വീടും ഒക്കെ നമ്മൾ കണ്ടു. നല്ല രസിക്കുന്ന ഒരു സ്കിറ്റ് തന്നെയായിരുന്നു. സോ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാം. ഉല്ലാസ് ചേട്ടാ. തകർത്തു. നല്ല സ്കിറ്റായിരുന്നു. ഒരു ദിവസത്തെ ഒരു പണിക്ക് ഒരു വീട്ടിൽ വരും. ഒരു 5 മണിക്ക് മുമ്പ് പണി തീർത്തു കൊടുക്കാനായിട്ട് വരുന്ന ഉത്തരവാദിത്തപ്പെട്ട 3 പണിക്കാരും അതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള കൺട്രാക്കിനെ കിളത്തി എന്താ പറയുന്നത്, പെരിപ്പിച്ച് കൺട്രാക്കിനെ കൊണ്ട് ചെയ്യാത്ത പണിയൊന്നുമില്ല. ഡാൻസ് കളിപ്പിച്ചു, ചിരിച്ചു കേട്ടോ. ചിരിച്ചെൻ്റെ കണ്ണിൽ കൂടെ വെള്ളം ചാടി. ഇന്ന് ഡെനീഷിൻ്റെ ദിവസമായിരുന്നു തോന്നുന്നു. ദീപവും പിന്നെ ഷാബുവും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പം ഡെനീഷിന് നഴിഞ്ഞാടാൻ പറ്റി. നല്ല രീതിയിൽ ഷാബു ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഒരു നല്ല റോൾ ഇന്ന് കൈകാര്യം ചെയ്തു. കാരണം ഒരു നായകന് വിലസണമെങ്കിൽ, ഒരു ഷൈൻ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു വില്ലൻ ആ സിനിമയിൽ വേണം എന്ന് പറഞ്ഞതുപോലെ ആയിരുന്നു. ഷാബുവും ദീപുവും ഡെനീഷിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. ആ ജോലി ഡെനീഷ്
ഡെനീഷിനെ ഏൽപ്പിച്ച ജോലി ഡെനീഷ് കൃത്യമായിട്ട് ചെയ്തു. സൂപ്പറായിരുന്നു, തകർത്തു കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ. നെൽസൺ ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. ഷാബു, ദീപു, ഡെനീഷ് സൂപ്പറായിരുന്നു കേട്ടോ. ചിരിച്ചതിൻ്റെ ഇടപാട് തെറ്റിപ്പോയി. ഡെനീഷിൻ്റെ ഈ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെനീഷ് ഏതെങ്കിലും ഏക്കത്തുള്ളൂ ആ സംഭവം. അത് ഡെനീഷിൻ്റെ കണ്ണിൻ്റെയും ആ രൂപത്തിൻ്റെ ഒക്കെയാണ്. അത് ഒന്ന് ആ രീതിയിലുള്ള കഥാപാത്രം പിന്നെ സൂപ്പറായിരിക്കും. ഡെനീഷ് ഇന്നും ചെയ്താൽ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. പിന്നെ ഷാബു തകർത്ത്, സത്യം പറയുകയാണ്, നീ മൂപ്പിച്ച് സത്യം അത് അഭിനയിക്കാൻ തോന്നിയതില്ല കേട്ടോ. നിങ്ങൾ സ്കിറ്റ് ചെയ്യുവാൻ തോന്നിയില്ല. ഒരു കറക്റ്റ് ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം നേരിട്ട് നമ്മൾ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത്, ഒരിക്കലും ഒരു സ്കിറ്റ് അഭിനയിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും സ്കിറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തില്ല. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, ഇവരുടെ സ്കിറ്റ് ഇഷ്ടപ്പെട്ടോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? നമുക്ക് 4 സ്റ്റാർസ് ആണ്, വിത്തൗട്ട് എനി ഡൗട്ട്. എല്ലാവരും 4 ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവരുടെ സമ്മാനങ്ങൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നെൽസൺ ചേട്ടാ ആൻഡ് ഉല്ലാസ് ചേട്ടാ, വെൽക്കം ടു ദി സ്റ്റേജ്. നെക്സ്റ്റ് വി ഹാവ് എ വൺ മാൻ ഷോ. വൺ മാൻ ഷോയുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ദിലീപ് പുലാമന്തോൾ. ദിലീപേ, നമസ്കാരം. നമസ്കാരം. ഈ പുലാമന്തോൾ എവിടെയാണ്? പുലാമന്തോള് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുലാമന്തോൾ. പട്ടാമ്പി കഴിഞ്ഞ് കൊപ്പം പുലാമന്തോള്. ഓക്കെ, ഈ കൊപ്പം വരെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പുലാമന്തോൾ ആദ്യമായിട്ട് കേൾക്കാണ്. പുലാമന്തോള് ഇനി ഞാൻ ഉണ്ടല്ലോ, അപ്പൊ ഇനി അറിഞ്ഞോളൂ എന്തായാലും. അപ്പൊ ദിലീപിലൂടെ ഇനി അറിയപ്പെടാൻ പോകുന്ന സ്ഥലമാവട്ടെ പുലാമന്തോൾ. വെരി ഗുഡ്. അപ്പൊ ദിലീപിന്റെ പെർഫോമൻസ് എന്താണ് സ്പെഷ്യാലിറ്റീസ്? കുറച്ച് ഒരു 4-5 സ്റ്റാർസിന്റെ ശബ്ദം. ഓക്കെ. ആദ്യമായിട്ട് വില്ലൻ കഥാപാത്രത്തിൽ നിന്നും ഇപ്പൊ കൊമേഡിയൻ താരമായി കൊണ്ടിരിക്കുന്ന ബാബുരാജ്. ഓക്കെ. ഞാൻ നമ്മുടെ SP-യിലെ മേനോൻ സാറിന്റെ വീട്ടിലെ കുക്ക. സാറ് നല്ല പണിയെ കാണിച്ച മിനിഞ്ഞാന്ന് സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല നാടൻ കോഴിക്കറി, കൊടമ്പുളി ഇട്ട് വെറ്റിച്ച നല്ല ചെമ്മീനും. എന്നിട്ട് എന്തൂട്ടാ, എല്ലാം ഞാൻ തന്നെ തിന്ന് തീർത്തില്ലേ. ഒന്ന് വിളിച്ച് പറയാനായിട്ട് സാറിൻ്റെ ഒരു മൊബൈൽ ഫോണെങ്കിലും മേടിച്ചൂടെ? അല്ലെങ്കിലും കള്ളുടിയന്മാർക്കൂടെ ചോദിക്കാനും പറയുന്ന ആളില്ലല്ലോ. ശശിയേട്ടാ 2 രാധാസ്. താങ്ക് യു. അടുത്തത് ശശി കല്ലിങ്കൽ. ഓരോരുത്തരും വന്ന് ചോദിക്കാം, പത്മശ്രീ ഉണ്ടോ? ഞാനിത് ഇവിടെ നിർത്ത് കൊടുക്കാനാ. നമുക്കൊരുമിച്ച് ഡാൻസ് കളിച്ചാലോ? മെയ്ഡ് ഫോർ ഈച്ച് അതർ. ചലക്കാണ്ട് പോടവിടുന്ന്. അടുത്തത് ലാൽ ജോസ് സാറാണ് ഡയറക്ടർ. നമ്മുടെ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പരസ്യം ഉണ്ടല്ലോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് നമ്മുടെ ഡയറക്ടർ ലാൽ ജോസ് സാറൊക്കെ പറഞ്ഞ അങ്ങനെ നോക്കണം. അതായത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ കാശകോശ കറയിൽ അടഞ്ഞു കൂടിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ ഏകദേശം ഇത്രത്തോളം വരും. ഇത് മതി നിങ്ങൾ രോഗിയാക്കാൻ, ഒരു വലിയ രോഗി. ഇനി ഡയറക്ടർ രഞ്ജിത്ത് സാർ. ഞാൻ ശ്രമിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ വെച്ച് ശ്രമിക്കുകയാണ്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം, നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നല്ല നടനായി കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു നല്ല നടനായിരിക്കും. അടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ യങ് സ്റ്റാർ മമ്മൂക്കയുടെ പുത്രൻ ദുൽഖർ സൽമാൻ. യങ് സ്റ്റാർ മമ്മൂക്കയുടെ പുത്രൻ ദുൽഖർ സൽമാൻ, അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. ശരി, DQ. നിങ്ങൾക്കൊരു കാതറിയോ? ഇതൊന്നൊരു കഥല്ലേ പൂപ്പ. ഡുപ്പാന്റെ ജോലി എന്നൊക്കെ പറഞ്ഞാലേ അത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു കാതറിയോ? നിങ്ങൾക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഒക്കെ വെച്ചൂടെ? മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു വാണ്ട്. ഓ, അടിപൊളി. അപ്പൊ ഇത്രയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. വെരി ഗുഡ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു എന്നാണ് എനിക്ക് ഇവിടെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ തോന്നിയത്. കുറച്ചും കൂടെ അകലിരുന്ന് കേട്ടവർക്ക് എന്താ തോന്നിയെന്ന് അവരോട് തന്നെ ചോദിക്കാം. നെൽസൺ ചേട്ടാ, ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഓരോരോ ന്യായങ്ങൾ. അല്ല, അടിപൊളിയായിരുന്നു കേട്ടോ, ചെയ്തതെല്ലാം സൂപ്പറായിരുന്നു. പറഞ്ഞ ദിലീപ് പുലാമന്തോൾ. അതെന്തോന്നാ, എന്തായാലും നിന്റെ പേര് തന്നെ അത് അറിയും, അത് ഉറപ്പാ. നീ ആദ്യം തന്നെ വിശ്വാസമായിട്ട് അതങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിക്കും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക്, ഞാൻ ആദ്യമായിട്ട് അശ്വതി പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് പുലാമന്തോൾ അല്ലേ, ആ പുലാമന്തോൾ ഇനിയും ദിലീപിന്റെ പേരിൽ അറിയപ്പെടും.
അതിനൊരു സംശയമില്ല. അതിനുള്ള എല്ലാ സംഗതികളും കയ്യിലുണ്ട്. ആ. ഇപ്പൊ ചെയ്തതെല്ലാം ഗംഭീരമായിരുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ ദിലീപ്, അപ്പൊ വീട്ടിലെല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയാ, തീർച്ചയായിട്ടും നാട്ടുകാരോടും പറയാ. തീർച്ചയായിട്ടും. പുലാവന്തോളിന്റെ പേര് ഇവിടെ എത്തിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാ. അപ്പൊ ആശംസകൾ. നമുക്ക് വീണ്ടും വലിയ വലിയ വേദികളിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വേറൊരു കാര്യം പറയാനുണ്ട്. പറയൂ. കൂടെ വർക്കുന്ന ലേഡി സ്റ്റാഫുകളുണ്ട്. ശ്രീബ, ശുഭ, പിന്നെ എൻ്റെ ബോസ് ലത്തീഫ്, അലി. ഇവർക്ക് വേണ്ടി ഒരു ഹായ് പ്രത്യേകിച്ച് എന്ന് പറയണം. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഹായ്. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ വൈഫിന്റെ അനിയത്തി സനിക സാന്ദ്ര, എൻ്റെ അനിയത്തി ദിനിഷ. പറഞ്ഞേക്ക്. പുലാവന്തോളിലുള്ള എല്ലാവരും ആയോ അപ്പോ? ഇത് പ്രത്യേക കുറെ ഹായ് ശരി. പറയും. അപ്പൊ പ്രത്യേകിച്ച് വൈഫിന്റെ അനിയത്തിമാർക്കും പിന്നെ അതിന്റെ കൂടെ പറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക സ്നേഹം. ഇനി എക്സ്ട്രാ അശ്വതി സ്പെഷ്യൽ ഹായ് ഹൂയ് ഹായ് അതെല്ലാവർക്കും ഇരിക്കണം. ഓക്കെ ദിലീപ്, താങ്ക് യു. താങ്ക്സ്. ഉല്ലാസേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മൾ ഈ ഫ്ലോറിൽ വന്നതേ നമുക്കൊരു റിയാലിറ്റി ഷോ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. അതിന്റെ അവസരം തന്നെയല്ലേ കഴിക്കണോ? അല്ല, എനിക്കല്ല, പിന്നെ നമ്മുടെ അനന്തരവനാണേ. അനന്തരനാ? പിന്നെ നമ്മുടെ അനന്തരവനെ കുറിച്ച് കേട്ടില്ലേ? ഇല്ലല്ലേ. അവ സകലകല വല്ലഭനാ. അയ്യോ, അപ്പൊ കമലഹാസനാണോ? കമലഹാസന്റെ മാമയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അനന്തരവൻ സകലകല വല്ലഭനാന്ന്. അങ്ങനെ എല്ലാ കലയിലും വല്ലഭനാണെന്ന്. പിന്നെ അത് ശരി. അവൻ മാപ്പിളപ്പാട്ട് ഉസ്താദല്ലേ? ആണോ? പിന്നെ ഏത്? അവന്റെ പുതിയ ആൽബം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മൊഞ്ചത്തി എന്റെ നെഞ്ചത്തെ ചവിട്ടരുത്. അതെ. ലോക പ്രസിദ്ധല്ലേ അത്? ആണോ? പിന്നെ ആണോ? അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? ഇല്ല. അത് പുറത്തിറങ്ങിയാണ്ടല്ലോ അവൻ മുടിച്ചൂടാൻ മന്നനാ. അപ്പൊ പുറത്തിറങ്ങിയിട്ടില്ലേ? പുറത്തിറങ്ങിയിട്ടില്ലേ? അപ്പൊ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങി അവൻ മുടിച്ചൂടാൻ മന്നനാ. ഈ മുടിചൂടാമന്നൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയത്തില്ല, പത്രത്തിലൊക്കെ വായിച്ചു കേട്ടിട്ട് മുടിചൂടാൻ മന്നനല്ലേ, അർത്ഥവും നമുക്കറിയത്തില്ല. പുറത്തിറങ്ങി അവൻ മുടിച്ചൂടാൻ മന്നനാ. അത് ഈ മാപ്പിളപ്പാട്ട് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടോ? മാപ്പിളപ്പാട്ട് സംഭാവന കൊടുത്തിട്ടുണ്ടോന്ന് നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ഇവൻ മാപ്പിളപ്പാട്ട് എന്തേലും സംഭാവന ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് പറയാ? കഴിഞ്ഞ ദിവസം വീടിന് വായിക്കിരിക്കുകയായിരുന്നു. ഒരു പയ്യൻ വന്നൊരു മാപ്പിളപ്പാട്ട് പാടി. അപ്പത്തേവനെ ഒന്നും നോക്കിയില്ല, പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ പയ്യനെ അങ്ങോട്ട് കൊടുത്തു. സംഭാവനയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ സംഭാവന കൊടുത്ത ആളല്ലേ പുള്ളിയെ വിളിയൊന്ന് കാണട്ടെ. അല്ല, അങ്ങനെ പുള്ളിയെ ചുമ്മാ വിളിച്ചാലും പുള്ളി വരത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് ആധികാരികമായിട്ട് വിളിക്കണം. ഓ, ഞാൻ വിളിക്കട്ടെ? മലബാറിന്റെ മൊഞ്ചത്ത്, മലബാറിന്റെ അഭിമാനം, മാപ്പിളപ്പാട്ടിന്റെ അഭിമാനം, എന്റെ അനന്തരവൻ കൊയിലാണ്ടി കോയ ബാലമോനെ കേറി ബാടാ. നമ്മുടെ അനന്തരവനാ. ഈ തുള്ളിമഴയത്ത് പുള്ളിക്കൂടി ചോടിക്കൊണ്ട് വന്ന നന്നായേ, ഇല്ലെങ്കിൽ വല്ല പനിയും പിടിച്ച് കിടന്നേനെ. പരിപാടി ഒന്നിരിക്കാൻ പറ്റാതെ മാമേ, അതെ എന്നെ ഇവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നേ. കാരണം ഞാൻ ഇവരെക്കാളും ഫേമസ് അല്ലേ. എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. എന്നെ മനസ്സിലായി കാണും. ഞാൻ കൊയിലാണ്ടി കോയ. എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പെരുവെല്ലയിൽ നിന്ന് 150 പാട്ട് പാടും. വേണം കേട്ടോ, ഇവൻ പെരുവരലിൽ നിന്ന് 150 പാട്ട് പാടും. ആര് കേൾക്കും? ഒറ്റപ്പാട്ട് ആരെങ്കിലും കേൾക്കും. അടുത്ത പാട്ടിന് മൈക്ക് സെറ്റുകാർ മൈക്ക് ഊരിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. എന്നോട് ചാൻസിന് വേണ്ടി പോകുന്നതാണ്. എന്റെ ചാൻസ് മുടക്കാൻ വേണ്ടി പോകുന്നതാണ് അവിടെ. വേറെ കാര്യമുണ്ട് കേട്ടോ. മോനെ നിരാശപ്പെടുത്തില്ല. ഇവൻ നല്ല 1-2 കല്യാണ വീട്ടിൽ ബിരിയാണി വെക്കും. വല്ല കേറ്ററിംഗ് ഉണ്ട് എനിക്ക് ഇങ്ങനെ. ആ ജോലിയുണ്ട് പാട്ടിന് പുറമെ. അത് ശരി. ബിരിയാണി വെക്കാൻ പോയിട്ടേ ഇവന് ബിരിയാണി കൊടുക്കത്തില്ല. അയ്യോ. അവന് കൊടുക്കത്തില്ല. അപ്പൊ അവൻ അവിടെ ഒരു മാപ്പിളപ്പാട്ട് പാടും. അപ്പൊ തന്നെ ഇവൻ വെച്ച ബിരിയാണി ഇവനെ കൊണ്ട് തീറ്റിക്കും. അങ്ങനെയാണ് ചെയ്യുന്നല്ലടാ. അങ്ങനെയാ പുള്ളിക്ക് ബിരിയാണി കിട്ടുന്നത്. നിങ്ങൾ എന്റെ അവിടെ ചാൻസ് കളയാൻ വന്നാണോ ചാൻസ് മേടിച്ചു തരാൻ വേണ്ടി വന്നാണ് എന്റെ കൂടെ വന്നിട്ട്? ഞാൻ ഇത്രയും നേരം പൊക്കി വെച്ച പോരെ. പിന്നെ ഒരു കാര്യം ചെയ്യ്, മാമ പുറകിക്കാം. മോന്റെ കാര്യം പറഞ്ഞിട്ട് വാ. കേട്ടോ, അവസരം മേടിച്ചോണ്ടേ വരാവുള്ളൂ കേട്ടോ. പുള്ളി പറയണതിലല്ലേ കാര്യങ്ങള്. ഞാനുണ്ടല്ലോ ഈ ആൽബത്തിന്റെ പാട്ട് മാത്രമല്ല എഴുതുന്നത്, ഞാൻ സിനിമ വരെ എൻ്റെ കയ്യിൽ ഉണ്ട്. സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ്. സിനിമയുടെ പേരെന്താണ്? സിനിമ എന്ന് പറഞ്ഞാൽ ആപ്പ സിനിമയല്ല, ഇവിടെ ഒരുപാട് ലോക്കൽ സിനിമകളൊക്കെ ഉണ്ട്. ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് എൻ്റെ കയ്യിലുള്ളത്. സിനിമയുടെ പേരെന്താണ്? ബനിയൻ. അത്രയും ചേർന്ന് നിൽക്കുന്ന വേറൊരു വസ്തു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. സിനിമയുടെ കഥയൊന്ന് പറയാമോ? കഥയാ? കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പുള്ളി ഇവിടെ ഉണ്ടോ, ഇതുവരെ ഞാൻ എൻ്റെ പെണ്ണുമ്പിളോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് പുറത്തു പോകുമെന്ന് ഓർത്തിട്ടാണ്. പിന്നെ വിശ്വാസമല്ലേ പറയണ്ട കേട്ടോ. അല്ലേ, ഇത് ചാനലായതുകൊണ്ട് ഞാനത് പറയാം. പുറത്തു പോകും. അതായത് ഞാൻ ഒരു മറ്റേ ജമീല എന്ന് പറഞ്ഞ ഷുക്കൂർ എന്ന് പറഞ്ഞ 2
ചെറുപ്പക്കാരുടെ കഥയാണിത്. ഓ. കഥ എന്ന് പറഞ്ഞാൽ സ്പോർട്സുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതായത് ഈ ജമീലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജമീല പറന്ന് ഭയങ്കരമായിട്ട് വർത്താനം പറയും, ഭയങ്കരമായിട്ട് ഓടും, ഭയങ്കരമായിട്ട് പണിയെടുക്കും, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഷുക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം ഭയങ്കര കുഴിമടിയനാണ്. എന്ത് കെട്ടലും അപ്പം തല അകത്തേക്ക് ഇടും. അത്രയ്ക്ക് കുഴിമടിയാണ്. ഒരു കാര്യത്തിന് അവൻ വീട്ടിനകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജമീല ഒരു ദിവസം വന്നിട്ട് പറയും, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലൊന്ന്. ഈ ചങ്ങാതി ഇവൻ ഷുക്കൂർ ഇങ്ങനെ പറഞ്ഞു, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ മടിയനാണല്ലോ. ഇവൻ പറഞ്ഞ് പുറകിലേക്ക് മാറിയപ്പോൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്നും. ഒരു കാര്യം ചെയ്തു, ജമീല ഇങ്ങനെ മുകളിലേക്ക് വെടി പൊട്ടലും ജമീല തുരുതുരാന്ന് ഒറ്റ ഓട്ടായി ഓടി. അവിടെ ചെന്ന് വെച്ച് ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഷുക്കൂർ ഉണ്ടല്ലോ ഒരു പൊട്ടുപോലെ അങ്ങ് അകലേന്ന് വരുവാ. മനസ്സിലായി, ഒരുപാട് ദൂരമുണ്ട്. ഷുക്കൂർ ഇതിലെ കടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കുന്നു പറഞ്ഞിട്ട് ഈ ജമീലയുടെ പേർക്ക് ഈ ചെവിയൊക്കെ മടക്കി വെച്ചൊരു ചെവിയല്ല, മറ്റേ തട്ടട്ടുണ്ടായിരുന്നു. ആ തട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ പണി മൊത്തം പാളിയനെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അങ്ങ് ഉറങ്ങുമായിരുന്നു. ഈ ഓട്ടത്തിന്റെ ക്ഷീണം കാരണം ഈ ജമീല അങ്ങ് ഉറങ്ങിപ്പോയി. ഈ ഷുക്കൂറാണെങ്കിൽ ഈ പ്രൈസ് അടിച്ചെടുത്ത്. എന്ത് കഥയാണ് ഇത്? ഇത് 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിക്കാനുള്ള ആമയും മുയലും തമ്മിലുള്ള ഓട്ടത്തിന്റെ കഥയാണിത്. ആണോ? പിന്നെ അല്ലാതെ ദൈവമേ, ഞാൻ സിനിമയാക്കാൻ പറ്റാത്ത സാധനം എടുത്ത് പുസ്തകം അടിച്ച് പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തല്ലോ. ഇയാള് പേരെന്താ പറഞ്ഞ? എന്റെ പേരാ, എന്റെ പേര് കോയ. കൊയിലാണ്ടി കോയ. നിങ്ങളൊരു ഹോം സിനിമ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ ഹോം സിനിമ അത് കണ്ടോ? എന്റെ ദൈവം, ഇതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അല്ലാതെ തന്നെ ഫേമസ് ആണ്. ഞാൻ ഹോം സിനിമ ചെയ്തായിരുന്നു. ഇത് ആ സിനിമ ഞങ്ങൾ അത് ഹോമിൽ കയറ്റാൻ പറ്റാത്ത സിനിമയാണല്ലോ മിസ്റ്റർ. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സിനിമയാണത്. ഞാനാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ട് ഈ സിനിമ ഇങ്ങനെ ഉടക്കി കിടക്കുക. അത് ഞങ്ങളുടെ മലബാറിലേക്ക് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു റിസർച്ചിലാണ് ഞാനിപ്പോൾ. അത് ശരി. ഇവിടെ മാത്രം ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ഗൾഫുകാരുണ്ട്. പക്ഷെ പൈസ പ്രൊഡ്യൂസ് ചെയ്യണ പടം മൊത്തം പ്രൊഡ്യൂസ് ചെയ്യണത് അവിടെയുള്ള ആളുകളാണ്. സംഭവം മനസ്സിലായോ? പക്ഷേ എൻ്റെ ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് എറണാകുളത്തുള്ളവരാ. അത് പാടില്ലല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഈ സിനിമകളൊക്കെ നിങ്ങൾ മലബാറിലേക്ക് കൊണ്ടുപോകാം. എല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമ മലബാറിലാണ് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നടക്കുന്നത്. എങ്ങനെയായിരിക്കും അതിന്റെ പേര്? ഇബ്രാഹിമിന്റെ പുള്ളകൾ. ഇബ്രാഹിമിന്റെ പുള്ളകൾ. പുലിമുരുകനോ? പുലിമുരുകൻ. പുലി റഷീദ്. ഞാൻ മേരിക്കുട്ടി. ഞാൻ മേരിക്കുട്ടി. ഞമ്മൾ ആമിനക്കുട്ടി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ എടുക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമക്കാർ ഈ രാശിയൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ നാളെന്താണ്? എന്റെ നാളെ അതൊക്കെ ഇവിടെ പറഞ്ഞ അത് എന്റെ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു നാളുണ്ടായിരുന്നു വന്ന് വീഴാൻ പറ്റിയ നാള്. തിരുവാതിരയാണ് എന്റെ നാള്. നമുക്ക് തിരുവാതിര പറ്റില്ല, ഞാനതുകൊണ്ട് ഒപ്പനയാക്കി. അല്ല, നിങ്ങൾ ഈ പാചകത്തിന് പോകുന്ന ആളെങ്ങനെയാണ് ഈ ആൽബം ഒക്കെ ഉണ്ടാക്കുന്നത്? ആൽബം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകത്തിന് നമ്മളൊരു ലിസ്റ്റ് കൊടുക്കുമല്ലോ. ആ ലിസ്റ്റിന്റെ മേളില് നമ്മള് ജമീലാന്നോ ആമിനാന്നോ ഇട്ട് കഴിഞ്ഞാൽ ഉഗ്രനായി. ഒരു പാട്ടായി. എങ്ങനെയാണത്? ജമീല എന്റെ പഞ്ചാര, ജമീല എന്റെ ചക്കര, ജമീല എന്റെ മുത്ത്, ജമീല എന്റെ കൽക്കണ്ടമേ. കേട്ടോ? ഇതൊക്കെയാണോ പാട്ട്? നല്ല പാട്ടുകളല്ലോ പഠിക്കാനുള്ള പാട്ട്. നമുക്ക് നല്ല എന്റെ സംഗീതം ഞാൻ ചിട്ടപ്പെടുത്തുന്നത് 2, 3, 4 രീതികളിലാണ്. ഇതിപ്പോ ടൂറ് പോകുമ്പോൾ നമ്മൾ പാടാൻ വെച്ചേക്കണ പാട്ടാണിത്. ഇനി പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1 1 2 2 2 4 4 4 8 ഫാത്തിമ ഫാത്തിമ. പാസ്പോർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടോ? പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ. ഞാനിവിടെ വന്ന് കാല് കുത്തിയപ്പോഴത്തേക്കും സംഗതി അവിടെ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് വിളി വന്നു അല്ലേ? പാസ്പോർട്ട് ഉണ്ടോ കയ്യില്? അടിസ്ഥാനപരമായിട്ട് പാസ്പോർട്ട് ഫോട്ടോ ഉണ്ട്, പാസ്പോർട്ട് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എടുപ്പിക്കാം. ഒരു കള്ള പാസ്പോർട്ട് എടുക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, അത്യാവശ്യമായിട്ട് പാസ്പോർട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ മറ്റേ നമുക്ക് ദുബൈയിൽ ഒരു വിസ ഞാൻ റെഡിയാക്കി തരാം. അത്യാവശ്യമായിട്ട് നിങ്ങൾ ദുബായി കയറി പോകണം. എന്നിട്ട് അവിടെ എന്തെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്കാം. എന്റെ മാപ്പിളപ്പാട്ട് ഇവിടെ കേരളത്തിൽ നിങ്ങൾ മാപ്പിളപ്പാട്ട് നശിപ്പിക്കും നിങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങൾ ദുബായിലോ എവിടെങ്കിലും പോകാൻ എന്തായാലും പണിയെടുത്ത് ജീവിക്കും. അല്ല, അപ്പൊ ഞാൻ ഇവിടെ ഈ പെർഫോമൻസ് ചെയ്യണ്ടേ? പെർഫോമൻസ് ചെയ്യുന്നു? ചെയ്യണ്ട. വേണ്ട, പൊക്കോ. അപ്പൊ മറ്റേ നിങ്ങൾ പറഞ്ഞാൽ നല്ലതല്ലേ? പാസ്പോർട്ട് എടുത്ത് വെക്ക്, എന്നിട്ട് അറിയിക്കും കേട്ടോ. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കണ ആളാ അത്. മാമാ, നമുക്ക് മറ്റേ പണിയേ പറ്റുള്ളൂ, ഇത് പറ്റൂല നമുക്ക്.
കോമഡി മസാലയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ.